My dear friends, നിങ്ങളെ ഞാൻ 25-30 വർഷം പുറകിലുള്ള ഒരു യാത്രയിലൂടെ കൊണ്ടുപോയി. ഈ യാത്ര നമ്മൾ 3 ഘട്ടമായാണ് തരംതിരിക്കുന്നത്. ഫസ്റ്റ്, ബാക്ക് ടു ദ പാസ്റ്റ്, തിരികെ. സെക്കൻഡ്, ബ്രിങ് ടു ദ പ്രസന്റ്, ഇവിടെ. തേർഡ്, ടേക്ക് ടു ദ ഫ്യൂച്ചർ, എവിടെ. തിരികെ, ഇവിടെ, എവിടെ. അപ്പോ ബാക്ക് ടു ദ പാസ്റ്റ്, തിരികെ. നമ്മളെല്ലാവരും തന്നെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 1995 ജൂലൈ ഓഗസ്റ്റ് സമയത്ത് നമ്മൾ അടൂർ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. നമ്മൾ അച്ഛൻ്റെ അമ്മയുടെയും കൈ പിടിച്ചു. ഒരു ചുരിദാറിട്ട പെൺകുട്ടി, പാൻറ്റും ഷർട്ടിട്ട ഒരു പയ്യൻ. നമ്മൾ കൗൺസിലിംഗ് നമ്മൾ അന്ന് അപ്ലൈഡ് സയൻസ് കോളേജിൽ. അത് കഴിഞ്ഞ് നമ്മൾ കോളേജ് KIP ക്യാമ്പസ്. അപ്പൊ KIP ക്യാമ്പസ് ഒന്നും വിളിക്കാൻ പറ്റില്ല, ഉള്ള കാര്യം വളരെ വ്യക്തമായി പറയാം. അപ്പോൾ നമ്മളുടെ സങ്കല്പത്തിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു കോളേജാണ് നമ്മളവിടെ അഭിമുഖീകരിച്ചത്. അത് പോരാണ്ട് അടൂർ അന്നൊരു ഓണക്കറ പോലെയാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ 4 വർഷം എങ്ങനെ തള്ളി നീക്കി, കോളേജ് എന്ത് തന്നു എന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഒന്നാമതായും പ്രധാനമായും നമ്മളുടെ സൗഹൃദമാണ്. നമ്മൾ ഇന്ന് സമൂഹത്തിൽ ഒരു എഞ്ചിനീയറോ ഒരു അച്ഛനോ ഒരു അമ്മയോ ഒക്കെ ആവുന്നതിന് മുമ്പ് നമ്മൾ ആരുമല്ലാതിരുന്ന സമയത്ത്, നമ്മളുടെ കീശയിൽ 5 കാശില്ലാത്ത സമയത്ത്, നമ്മൾ എല്ലാ ദിവസവും തന്നെ പൊറാട്ടയും സാമ്പാറും കഴിച്ചിരുന്ന സമയത്ത് നമ്മളുടെ സുഖങ്ങളും ദുഃഖങ്ങളും പങ്കിട്ടവരാണ് നമ്മുടെ സുഹൃത്തുക്കൾ. അപ്പൊ നമ്മളുടെ വ്യക്തിത്വത്തിൽ ഒരു പ്രധാന പങ്ക് ഈ സുഹൃത്തുക്കൾ വഹിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ ബ്രോഡാണ്, വളരെ ഡീപ്പാണ്, ആൻഡ് വളരെ ഡൈവേഴ്സാണ്. അതിനുള്ളൊരു പ്രധാന കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കോളേജിൽ കലാലയ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇന്ന് അങ്ങനെ നമുക്ക് അറിയില്ല. അപ്പം നമ്മളൊരു പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയോടോ ഒരു മതത്തോടോ ഒരു ഐഡിയോളജിയോടോ കൂറ് പുലർത്താതെയായിരുന്നു നമ്മളുടെ സൗഹൃദം. എന്ന് വെച്ചാൽ നമുക്ക് രാഷ്ട്രീയ നിലപാടില്ല എന്നല്ല പറയുന്നത്. നമ്മൾ പാഷനേറ്റ്ലി ആർഗ്യൂ ചെയ്യുമെങ്കിലും ഇപ്പം നമ്മളുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ വേറെ ലീനിങ്സ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അത് എനിക്കൊരു വളരെ ഒരു അഡ്മയറബിൾ, ഇന്നത്തെ ഒരു ഫ്രാക്ചർഡ് സൊസൈറ്റിയിൽ അതൊരു അഡ്മയറബിൾ ഒരു ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ സൗഹൃദ ബന്ധം വളരെ വിവിധ മേഖലയിലൂടെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ 99 പാസ് ഔട്ടായപ്പോൾ അന്ന് ഇമെയിലില്ല, അന്ന് ഫോണില്ല. 2000 USA.net വരുന്നത്. 2001 യാഹൂ മെയിൽ വരുന്നത്. 2002-2003 യാഹൂ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ യാഹൂ ഗ്രൂപ്പ് വരുമ്പോഴാണ് നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. പിന്നെ ഓർക്കുട്ട് വന്നു. ഓർക്കുട്ടിൽ നമ്മളുടെ വാളിൽ എഴുതുക എന്നുള്ള നമ്മളൊരു പ്രധാന ഒരു വിനോദമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫേസ്ബുക്ക് വന്നു, സ്മാർട്ട് ഫോൺ വന്നു, വാട്സാപ്പ് വന്നു. ഇന്ന് നമ്മൾ വാട്സാപ്പിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ടെക്നോളജി ഇവോൾവ് ആയതോടുകൂടി നമ്മളുടെ ഫ്രണ്ട്ഷിപ്പും ഇവോൾവ് ആയിട്ടുണ്ട്. പല ബെസ്റ്റ് ഫ്രണ്ട്സും ജസ്റ്റ് ഫ്രണ്ട്സാണ്. എന്നിരുന്നാലും നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും സുദൃഢമാണ്. ഇറ്റ് ഈസ് സ്ട്രോങ് ആൻഡ് ഇൻടാക്ട്. രണ്ടാമത് കോളേജ് എന്ത് തന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഔട്ട് ആൻഡ് ഔട്ട് ഫണ്ണാണ്. അത് നമ്മൾ അടൂർ വന്നിറങ്ങിയപ്പോൾ നമുക്ക് സീനിയേഴ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് എന്നൊക്കെ ഒരു ലൈസൻസ് ഇല്ലാത്ത അടിച്ചുപൊളിയായിരുന്നു. അപ്പം ഞാൻ സാധാരണ ക്ലീശ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതായത് ലോക്കൽസിൻ്റെ അടുത്ത് അടി വാങ്ങുക, കോളേജ് കെട്ടിയത് സിനിമയ്ക്ക് പോവുക മുതലായ കാര്യങ്ങളൊക്കെ വളരെ നോർമൽ സംഭവമായിരുന്നു. വിളിക്കാത്ത കല്യാണത്തിന് സദ്യ ഉണ്ടാകാൻ പോവുക. പക്ഷേ കല്യാണത്തിന് സദ്യ ഉണ്ടാകാൻ പോയിട്ട് ഓഡിറ്റോറിയംകാർ പിടിച്ച് വാണി ചെയ്തിട്ടും പിറ്റേ ആഴ്ച ഒരു ഉടുപ്പില്ലാണ്ട് അവിടെ സദ്യ ഉണ്ടാകാൻ പോയ പല മാമന്മാരും നമ്മളെ കൂടെയുണ്ട്. അപ്പൊ എല്ലാവരും അങ്ങോട്ടും കൂടെ നോക്കണം. എന്നെ പറ്റി ഇത് പപ്പ് തേന്മാവിനെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളാരാണ്, നിങ്ങളറിയില്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം നിങ്ങളാരാണ്. പിന്നെ വേറെ ഹോസ്റ്റൽ ജീവിതം, അത് പലർക്കും പല അനുഭവങ്ങളാണ്. എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ
രാത്രി 2 മണിക്ക് കോഴിയെ കട്ടതും, കട്ട കോഴിയെ ചുട്ടതും, ചുട്ട കോഴിയെ ക്ലാസ് കട്ട് ചെയ്യുന്നതും, പിന്നെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഓവറായപ്പോൾ പോലീസ് പിടിച്ചതും. തിരുവഞ്ചൂർ സാർ ഇവിടെ ഇല്ല, പക്ഷെ രായ്ക്ക് രാമാനന്ദൻ തിരുവഞ്ചൂർ സാറിനെ പോയി കണ്ട് പുള്ളി ഇവരൊക്കെ ഇറക്കിയതൊക്കെ എനിക്ക് വ്യക്തമായ ഓർമ്മയുണ്ട്. പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങൾ ലാബിൽ നിന്ന് കപ്പാസിറ്റർ അടിച്ച് മാറ്റും, എന്നിട്ട് നമ്മൾ പ്ലഗ് പോയിന്റിൽ കുത്തിവെക്കും, എന്നിട്ട് അറിയാതെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. പിന്നെ വാതിലിൻ്റെ ഇടയിൽ വെള്ളം വെക്കും, എന്നിട്ട് അത് തുറന്നു കഴിഞ്ഞാൽ വെള്ളം തന്നെ വരും. പിന്നെ അങ്ങനെ ഈ എക്സാമിൻ്റെ ഇടയിലാണ് ഈ വക എല്ലാ സംഭവങ്ങളും. അപ്പോൾ ഈ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫൺ നമ്മൾ വേറൊരു കോളേജിൽ പഠിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിൽ ഒരു ഡൗട്ട്. പിന്നെ മൂന്നാമത് കോളേജ് എന്ത് തന്നു എന്നാലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അതിൻ്റെ ഒരു മറുചോദ്യമാണ്. കോളേജ് എന്ത് തന്നില്ല, ആൻഡ് അതുകൊണ്ട് നമ്മൾ എന്ത് നേടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. നമ്മൾ KLP ക്യാമ്പസിൽ വന്നപ്പോൾ നമുക്കൊരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നില്ല, നമുക്കൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഫാക്കൽറ്റീസ് കുറവരോട് ഉണ്ടാക്കും വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു, വെരി ഹെൽപ്ഫുൾ. ഇത്രയൊക്കെ പരിമിതികൾ ഉണ്ടായിട്ടും ആദ്യത്തെ ബാച്ച് തന്നെ നമ്മൾ ആർട്സ് ഫെസ്റ്റും നടത്തി, മാഗസിൻ നടത്തി. രണ്ടാമത്തെ ബാച്ച് അതിൻ്റെ കൂടെ സ്പോർട്സ് ഫെസ്റ്റ് നടത്തി. ഈ സ്പോർട്സ് ഫെസ്റ്റ് നടത്തിയത് എനിക്ക് വളരെ ഓർമ്മയുണ്ട്. നമ്മൾ 7 വിവിധ ഗ്രൗണ്ടിൽ 7 പേരുടെ കാല് പിടിച്ചിട്ടാണ് നമ്മൾ സ്പോർട്സ് ഫെസ്റ്റ് നടത്തിയത്. അതായത് ഫസ്റ്റ് നമ്മൾ ഹൈസ്കൂൾ ജംഗ്ഷനിൽ വെച്ചിട്ടാണ് നമ്മൾ അത്ലറ്റിക്സ് മീറ്റ് നടത്തിയത്. ഈ അത്ലറ്റിക്സ് മീറ്റ് ബോയ്സ് ആൻഡ് ഗേൾസ് ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്തു അത്ലറ്റിക്സ് മീറ്റിൽ. രണ്ടാമത് അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചെറിയ ഗ്രൗണ്ടിലാണ് നമ്മൾ കബഡി ടൂർണമെൻറ്റ് നടത്തിയത്. പിന്നെ റോഡ് ക്രോസ് ചെയ്ത് അതിൻ്റെ മേലെയാണ് നമ്മൾ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് നടത്തിയത്. അതിൻ്റെ മേലെ KLPയുടെ ഒരു ഒഴിഞ്ഞ പ്ലേസ് വെച്ചിട്ടാണ് നമ്മൾ വോളിബോൾ ടൂർണമെൻറ്റ് നടത്തിയത്. പിന്നെ മണക്കാല പാടത്ത് വെച്ചിട്ടാണ് നമ്മൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തിയത്. അത് ലാസ്റ്റ് ബാസ്കറ്റ് ബോൾ ടൂർണമെൻറ്റ് നടത്തിയത് നമ്മൾ ടൗണിലുള്ള ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഒരു ഇത് വെച്ചിട്ടാണ്. അപ്പം 7 വിവിധ സ്ഥലത്ത് 7 പേര് കാല് പിടിച്ചിട്ട് അതിൻ്റെ ലീഡർഷിപ്പ് എടുത്ത പല ആൾക്കാരും ഈ സ്റ്റേജിലുണ്ട്. ഇറ്റ് വാസ് എ കളക്റ്റീവ് ഡെസിഷൻ ദാറ്റ് മേഡ് ഇറ്റ് എ സക്സസ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു കോളേജിലൊരു പൈനിയേഴ്സായി. ഇപ്പം നമ്മുടെ ജൂനിയേഴ്സിന് ഇത്ര ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. നമ്മൾ കാട്ടിക്കൊടുത്ത വഴി they just start to follow it. ഈവൻ ഈ 25ാമത്തെ റിയൂണിയൻ തന്നെ ഇറ്റ്സ് എ ലാൻഡ്മാർക്ക് ഈവൻറ്റ്. നമ്മളുടെ ഒരു ടെംപ്ലേറ്റ് they just have to follow it. അപ്പൊ അതാണ് ബാക്ക് ടു ദ പാസ്റ്റ് തിരികെ. ഇനി ബ്രിങ് ടു ദ പ്രസന്റ് ഇവിടെ. ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന് അല്ലെങ്കിൽ ഈ ലോകത്തിന് എന്ത് സംഭാവന നൽകി? പ്രിൻസിപ്പൽ സാറിൻ്റെ ഒരു 30th മെസ്സേജായിട്ട് നമ്മളോട് പറഞ്ഞു. നമ്മളോടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, അലുമിനയുടെ അക്കാഡമിക് ആൻഡ് കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ്. അപ്പം നമ്മളിന്ന് അന്റാർട്ടിക്ക ഒഴികെ ബാക്കിയുള്ള എല്ലാ കോണ്ടിനെൻസിലും തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഫോർച്യൂൺ 100 കമ്പനീസ്, IBM, ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, അങ്ങനെ പല കമ്പനിയിലും വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. ISRO ചന്ദ്രയാൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാർ നമ്മളുടെ ഈ ബാച്ചിലുണ്ട്. പിന്നെ പലരും സക്സസ്ഫുൾ ഓൺട്രപ്രണേഴ്സാണ്, പലരും അധ്യാപകരാണ്. ഇനി ഇതൊന്നും പോരെങ്കിലും പലരും വിവിധ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. നമ്മളുടെ കൂടെയുള്ള ഒരാൾ അഭിനേത്രിയാണ്, ഫാസിലിലൂടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരാൾ സിനിമ ഡയറക്ടറാണ്, ആമസോൺ പ്രൈമിലുണ്ട്. വേറൊരാൾ ഡോക്ടറാണ്, വേറൊരാള് മറ്റേ ഓസ്ട്രേലിയയിൽ ഇലക്ഷൻ വെക്കാൻ പോകുന്നത്. അങ്ങനെ വിവിധ മേഖലകളിൽ നമ്മൾ പ്രാഗൽഭ്യം തെളിയിക്കുന്നു. അപ്പൊ നിങ്ങളോട് 30 വർഷം മുമ്പേ നിങ്ങളോട് ആരെങ്കിലും പറയാണ്, 30 വർഷത്തിന് ശേഷം നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും, ഈ നിലയിൽ നമ്മൾ ഇരിക്കുന്നു നമ്മളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഒരിക്കലും
ആരും തന്നെ ഇമാജിൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇറ്റ് വാസ് എൻ അൺഇമാജിനബിൾ, അൺതിങ്കബിൾ ഡ്രീം റൺ വെർ വി ആർ. ഇനി മൂന്നാമത്തെ ഈ യാത്രയുടെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടമാണ് എവിടെ. ഇനി അങ്ങട് എങ്ങട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നോബഡി നോസ്. നമ്മളുടെ നറുക്കപ്പ വീഴുക, അപ്നാ ടൈം കപ്പായുക എന്ന് നോബഡി കൻ ആൻസർ. ഇപ്പൊ ശരാശരി നമുക്കെല്ലാവർക്കും 47 വയസ്സായി. ഈ 47 വയസ്സ് ഇത്രയും കാലം പ്രധാനമായും നമ്മൾ അച്ഛനോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ അല്ലെങ്കിൽ കുട്ടികൾക്കോ വേണ്ടിയാണ് ജീവിച്ചത്. ഒരു ആവറേജ് ഇന്ത്യൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 67 വർഷമാണ്, 67 ഇയേഴ്സ്. അപ്പോൾ ഓൺ ആൻ ആവറേജ് 20 ഇയേഴ്സ് മോർ. പോട്ടെ, നമ്മൾ എഡ്യൂക്കേറ്റഡും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് 10 വർഷം കൂടി കൂട്ടാം. അപ്പോൾ 30 ഇയേഴ്സ്. അപ്പോൾ 30 ടൈംസ് 365 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1950 ദിവസം, 10,950 ഡേയ്സ്. അപ്പോൾ ഇതും ഒരു ഗ്യാരണ്ടി ഇല്ല. ഈ ഒരു യാത്രയിലൂടെ ഇടയ്ക്ക് പലരും നമ്മളിവിടെ പിരിഞ്ഞു പോവാം. സോ മോർട്ടാലിറ്റി ഈസ് റിയൽ, ഇറ്റ് ഈസ് ഇമ്മിനന്റ് ആൻഡ് ഇറ്റ് ഈസ് റിയൽ. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇനിയുള്ള കാലം നമ്മൾ കുറച്ച് നമ്മൾക്ക് വേണ്ടി ജീവിക്കണം. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സന്തോഷം ഇതിനൊരു പ്രധാന പരിഗണന. വി ഷുഡ് പ്രയോറിറ്റൈസ് അവർ ഹെൽത്ത്, അവർ വെൽബീയിങ് ആൻഡ് അവർ ഹാപ്പിനെസ്. അപ്പം ഇതിൻ്റെ നല്ല വശം എടുക്കുക. ഓരോ ഉടായ്പ പരിപാടി കാണിച്ചിട്ട് പിന്നെ എന്നെ കുറ്റം പറയാൻ പറ്റും, നീ അന്നും ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയുന്നത്. അച്ഛനെ അമ്മനെയോ ഭാര്യയോ ഭർത്താവിനോ ഉപേക്ഷിക്കാനല്ല ഞാൻ പറയുന്നത്. ഇനിയും 50ാമത്തെ റിയൂണിയൻ വളരെ ആരോഗ്യത്തോടും ഐശ്വര്യത്തോടും കൂടി ചെലവഴിക്കാൻ പറ്റട്ടെ. നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും സുദൃഢമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നത്. താങ്ക് യു.